ഇൻകോട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദോഷങ്ങളെല്ലാം നീങ്ങി മുഴുവൻ തടസ്സങ്ങളും നീങ്ങി രക്ഷ പ്രാപിക്കാൻ പോകുന്ന 5 നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ്. ഈ 5 നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് അറിയുന്നതിന് മുമ്പായിട്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നയാളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോട് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനെല്ലാം ഒരു അവസാനത്തോടു കൂടി നമ്മൾ രക്ഷപ്പെടാനായിട്ട് പോകുന്നു എന്ന് കാണിക്കുന്ന തെളിവുകൾ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ കാര്യത്തിൽ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രം അനിഴ നക്ഷത്രക്കാരാണ്. അനിഴ നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു സമയമാണ് ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. എല്ലാ കാര്യത്തിലും ജനങ്ങളെ അഭിനന്ദിക്കുകയും ഒരുപാട് പേര് നിങ്ങളെ പ്രശംസിച്ച് പറയാനായിട്ടുള്ള യോഗമാണ് വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ യാത്രാവേളകളിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാൻ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വിജയിക്കാണ്ട് പോവുകയാണ്. അതുപോലെ വയറ് സംബന്ധിച്ച പ്രശ്നങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന അനിഴ നക്ഷത്രക്കാരാണെങ്കിൽ അവയെല്ലാം വെട്ടുമാറുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ചികിത്സകൾ തരുന്ന രീതിയിലുള്ള വൈദ്യന്മാരോ മറ്റുള്ളവരൊക്കെ കണ്ടെത്താനും നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറ്റാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ശാരീരിക അവശതകൾ വിഷമതകളെല്ലാം മാറുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നത്. ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിങ്ങൾ രക്ഷ പ്രാപിക്കാനായിട്ട് പോവുകയാണ്. അനിഴ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനാണ് ഇവരുടെ മൃഗം, നക്ഷത്രമൃഗം. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. മിക്കപ്പോഴും ഒരു വീടിനകത്തൊന്നും കാണത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ തീർച്ചയായും എപ്പോഴും യാത്രയിൽ തന്നെ ഡ്രൈവിംഗ് മേഖല തുടങ്ങിയുള്ള മേഖലകളായിരിക്കാം ഇവർ കൂടുതൽ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടായ്മയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൂടുതൽ സഞ്ചരിക്കുക, ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ പോവുക, സെമിനാർ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ദൂരോട്ട് പോവുക. അതിനെങ്കിലും ഏൽപ്പിച്ച് വിടുന്ന ജോലി കാരണം അടുത്ത സംസ്ഥാനത്തേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ജോലികളാണ് അനിഴ നക്ഷത്രക്കാർ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചെയ്യുക. അതുകൊണ്ട് തന്നെ അങ്ങനെ രീതിയിൽ ഇവർക്ക് വളരെയധികം യോഗമാണ്. അതുപോലെ നല്ല ശബ്ദം, ഉയരം, സൗന്ദര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനിഴ നക്ഷത്രക്കാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അംഗീകാരങ്ങൾ പല രീതിയിലാണ് ലഭിക്കാണ്ട് പോകുന്നത്, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർ. അടുത്ത നക്ഷത്രഭേദം നമുക്ക് നോക്കാം. അടുത്ത നക്ഷത്രം മൂല നക്ഷത്രമാണ്. മൂല നക്ഷത്രക്കാർക്ക് വളരെയധികം യോഗങ്ങളും ഭാഗ്യങ്ങളും വരാനായിട്ട് പോവുകയാണ്. ആഘോഷവേളകളിലൊക്കെ ധാരാളം സമ്മാനങ്ങളും പുരസ്കാരങ്ങളും നിങ്ങളുടെ കലാപരമായ പ്രവർത്തികൾക്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ വിട്ടുമാറി പോകുന്നതാണ്. മാത്രമല്ല മറ്റുള്ളവർ നിങ്ങളോട് വിരോധമുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നെങ്കിൽ ആ വിരോധമുള്ള ആളുകൾക്കെല്ലാം വെറുപ്പ് നിങ്ങളോട് മാറിപ്പോവുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളോട് നേരത്തെ ശത്രുത ഉണ്ടായിരുന്ന ആളുകൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ഇടപെടുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് ഒരു നാട്ടിലോ മറ്റുള്ള സ്ഥലത്തോ ഒന്നും വലിയ വിലയോ കാര്യങ്ങളോ ഒന്നും ആരും കൽപ്പിക്കുന്നില്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവിനാൽ വിദ്യാഭ്യാസത്താൽ ഉയർന്ന് നിങ്ങൾ പുതിയ മേഖലകളിലേക്ക് കൈവെക്കുമ്പോൾ മറ്റുള്ളവർ അമ്പരപ്പോടെ നിങ്ങളെ നോക്കി നിൽക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ തീർച്ചയായും അഭിനന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല കമ്പ്യൂട്ടർ മേഖല, IT മേഖല, അതുപോലെ ബിസിനസ്, അതുപോലെ തന്നെ വലിയ വലിയ ജോലികൾ തുടങ്ങിയ മേഖലകളിലൊക്കെ എല്ലാം നിങ്ങൾക്ക് അവസരങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട്. ദുഃഖങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മൈൻഡ് ചെയ്യേണ്ട, ഉടനെ തന്നെ നിങ്ങൾക്ക് രക്ഷയാണ് വരാനായിട്ട് പോകുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ അതിന് പരിഹാരം കൂടി ദൈവം തരുന്ന പോലെ തന്നെ ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതുകൊണ്ട് അവസാനമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യാശയോടുകൂടി കാത്തിരുന്ന് മുന്നോട്ട് പോവുക. വളരെയധികം വിജയം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല നിങ്ങളുടെ കലാപരമായ കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് അവസരങ്ങൾ തുറന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില ക്ഷീണവും മടുപ്പൊക്കെ തോന്നിയാലും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിവർത്തിച്ച് വരുന്നതാണ്. അതുപോലെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത്. വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർ ആണെങ്കിലും നിങ്ങൾ വാശിയോടുകൂടി മറ്റു ഉപാധികളോടുകൂടി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വലിയ വലിയ നിലകളിൽ എത്തിച്ചേരാൻ പറ്റുമെന്നും പറയും. അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പൂരാട നക്ഷത്രക്കാരാണ്. പൂരാട നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു അനുഭവം വരാനായിട്ട് പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് സഹിക്കേണ്ടതായി വരുന്ന വളരെയധികം ക്ഷമയുള്ളൊരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർ. ജീവിതത്തിൽ എപ്പോഴും പരീക്ഷണങ്ങളുടെ പിന്നാലെ ആയിരിക്കും അവർ നടക്കുക. ഏതൊരു കാര്യം ചെയ്താലും വിജയിക്കാത്തൊരവസ്ഥ, ഏതൊരു കാര്യങ്ങൾ ചെയ്താലും ആളുകൾ പുറകോട്ട് വലിക്കുന്നൊരവസ്ഥ, മറ്റുള്ളവർ പുറകോട്ട് വലിക്കുന്നൊരവസ്ഥ, ചെയ്യാൻ പോകുന്ന പദ്ധതികളെല്ലാം ഫെയിലാവുക, തടസ്സപ്പെടുക, ആളുകൾ ചെന്ന് കാണേണ്ട സ്ഥലത്ത് ആളുകൾ ഇല്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും യാത്രാ വൈഷമ്യങ്ങൾ, ഉദരവൈഷമ്യങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, മറ്റ് ക്ഷീണതകൾ, ശാരീരിക അവശതകളെല്ലാം ബാധിക്കുന്ന ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇവരുടെ ഒരു സഞ്ചാരപാത എന്ന് പറയാൻ സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന കിട്ടുന്നത്. പൂരാട നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ ഉയർച്ചയും കാര്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ മാത്രമല്ല അവർ പ്രാക്ടിക്കലായിട്ടാണ് എപ്പോഴും തീരുമാനിക്കുന്നത്. പക്ഷേ പുരുഷന്മാരുടെ കാര്യത്തിൽ അവർ പ്രാക്ടിക്കലായിട്ടല്ല, അവർ കൂടുതൽ സെൻറ്റിമെൻറ്റ്സിന് വില കൊടുക്കുന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അല്പം പുറകോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. സ്ത്രീകൾ വളരെ പ്രാക്ടിക്കലായിട്ട് സംസാരിക്കുമ്പോൾ പുരുഷന്മാർ വലിയ പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ അവർക്ക്
മിക്കപ്പോഴും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, മറ്റു കാര്യങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ കൃത്യമായിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാരുടെ കാര്യത്തിലാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം നടക്കുന്ന പരീക്ഷണ ഘട്ടങ്ങളെല്ലാം മാറുകയും നിങ്ങൾക്കും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള അവസരങ്ങൾ വരെ നിങ്ങളുടെ ബുദ്ധി ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഉടനെ തന്നെ അവസരങ്ങൾ ലഭിക്കും. മാത്രമല്ല, അവസരം കിട്ടുമ്പോൾ കൃത്യമായിട്ട് അത് വിനിയോഗിക്കണം. അവസരങ്ങൾ തട്ടിക്കളഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒരവസരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാര്യത്തേക്ക് എടുത്ത് ചാടുന്ന സ്വഭാവം മാറ്റി വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒന്നും വിജയിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ഉറച്ചു നിൽക്കുക. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ചരിത്ര രേഖകൾ കേട്ടിട്ടുണ്ട്, പല കാര്യത്തിലും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊക്കിനെ കണ്ടു പഠിക്കുക എന്ന് പറയാറുണ്ട്. കൊക്ക് എപ്പോഴും ഒറ്റക്കാലിൽ ഒരു കുളത്തിൽ നിൽക്കുകയും ആ വരുന്ന മീനുകളെ എല്ലാം പുറകെ പോവുകയല്ല, അതിനടുത്ത് മുമ്പിൽ എത്തുന്ന മീനിനെ മാത്രം അത് കഴിക്കും. ഒരു 100 മീനുകൾ ഓടിപ്പോകുന്നതിന് പിന്നാലെ കൊക്ക് ഓടുകയാണെങ്കിൽ കൊക്കിന് ഭക്ഷണം കിട്ടുകയില്ല. കാരണം മീനുകൾ ചെതറി ഓടും. മനസ്സിലായി? കൂട്ടമായി പോകുന്ന മീനുകൾ ചെതറി ഓടും. അപ്പോൾ ചെതറി ഓടുന്നതിന് പിന്നാലെ കൊക്ക് ഓടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. വെള്ളത്തിലെല്ലാം തലയിട്ട് കൊക്ക് പോവുകയാണെങ്കിൽ കൊക്കിന് ഒരു മീൻ പോലും വിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചു പോകും. പക്ഷേ എന്താണ്, കൊക്ക് മണിക്കൂറുകളോളം ആ ഒറ്റക്കാലിൽ ആ നിൽപ്പ് നിൽക്കും. നിന്ന് കഴിയുമ്പോൾ മുന്നിലെത്തും. അനങ്ങാതെ നിൽക്കുന്ന കാണുമ്പോൾ മീൻ മുന്നിലെത്തുന്നു. അതിനെ കൊത്തി ഭക്ഷണമാക്കുമ്പോൾ കൊക്കിന് ഒരു 3 മീനൊക്കെ കെട്ടി കഴിയുമ്പോൾ അന്നത്തെ ദിവസത്തേക്കുള്ളതായി. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല. മറ്റൊരു കാര്യം കൂടി ചെയ്തു തീർക്കുമ്പോൾ സമയം കിട്ടത്തില്ല. ഇത് പൂരാട നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട. അതിൻ്റെ കൊക്കിൻ്റെ ഉദാഹരണം പറഞ്ഞു എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കും ഒരു ദിവസം മൊത്തം എടുക്കുന്നത്. അടുത്ത ദിവസം അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി എടുത്തു. അങ്ങനെ ഒരു 3-4 ലക്ഷ്യമുണ്ട്. അത്രയും കാര്യത്തിന് ഓരോ ദിവസമായിട്ട് വെക്കൂ. ഒരു ദിവസത്തിനുള്ളിൽ പല കാര്യം ചെയ്യാതിരിക്കുക. അപ്പം വിജയം തീർച്ചയായും വരും. എപ്പോഴും ഉറച്ചു നിൽക്കാത്തൊരവസ്ഥ കൊണ്ടാണ് പുരാടത്തിൽപ്പെട്ട പുരുഷന്മാർ കൂടുതലിടും അധപതനം ഉണ്ടാവാൻ കാരണം. സ്ത്രീകൾക്ക് ഈ ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് വിജയം കൂടുതലുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് ഈ ഒരു വാരം നല്ല രീതിയിലുള്ള വിജയമാണ് വരാനായിട്ട് പോകുന്നത്. പുതിയ അവസരങ്ങൾ കിട്ടുമ്പോൾ പല അവസരങ്ങൾ പല ഭാഗത്തു നിന്ന് വരും. അതിൽ ഏറ്റവും സിമ്പിളായതും നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നിങ്ങൾ കയറി നിൽക്കുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ട് നല്ല കാലമാണ് പറയുന്നത്. അല്പം കോപവും പിടിവാശിയും ഒക്കെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കും. വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കും. സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് മനസ്സിലാക്കുക. പരീക്ഷണങ്ങൾ എപ്പോഴും ഉണ്ട്. പരീക്ഷണങ്ങളുടെ ഭാഗത്തേക്ക് വിട്ടച്ച് നിങ്ങൾ നിങ്ങളുടെ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം വരുമെന്ന് മനസ്സിലാക്കുക. ഉടനെ വിജയിക്കുന്ന അനുഭവങ്ങൾ വരുന്നുണ്ട്. പരീക്ഷാ വിജയം വരുന്നുണ്ട്, മത്സര വിജയം വരുന്നുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക വിജയം വരുന്നുണ്ട്. നിങ്ങളെ ഇതുവരെ കുറച്ച് സംസാരിച്ചിരുന്ന ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് തലയുറപ്പോടെ നിൽക്കാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. സന്തോഷവും സമാധാനവും നല്ല ഭക്ഷണത്തിനുള്ള അവസരങ്ങൾ നിങ്ങൾ തേടി വരുന്നുണ്ട്. പുതിയ ജോലി വരുന്നുണ്ട്, പ്രമോഷൻ വരുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വളരെയധികം വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി നിലനിൽക്കുക, ആരോടും കൃത്യമായി തർക്കിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച പ്രാപിക്കുന്നത് മനസ്സിലാക്കുക. വളരെയധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സ്ത്രീയാണെങ്കിലും പുരുഷനും കലാപരമായ കാര്യത്തിനൊക്കെ വളരെയധികം അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് പേരോട് നിങ്ങൾക്ക് പൊരുത്തമുള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നേടിക്കിട്ടും. പക്ഷേ ഏകാന്തതയോട് നിങ്ങൾക്കുള്ള ഇഷ്ടം വളരെ കൂടുതലാണ്. ഒറ്റയ്ക്കിരിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ആ ഒരു കാര്യത്തിൽ നിങ്ങളൊന്ന് പുറത്ത് വരേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ ആളുകളുമായിട്ട് ഇടപെടേണ്ട ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യണം. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വളരെ ഉയർച്ച ലഭിക്കും. അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം. അടുത്തായിട്ട് 5ാമത്തെ നക്ഷത്രം ഭരണിയാണ് നമ്മൾ പറയുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു കാലമാണ്. 18 മുതൽ 38 വരെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശുക്രൻ്റെ വളരെയധികം അനുഗ്രഹമാണ് കിടക്കുന്നത്. മറ്റ് പരീക്ഷാ ഘട്ടങ്ങളിലേക്ക് നിങ്ങൾ അധികം പോകുന്നില്ല. മനസ്സിനൽപ്പം സ്വസ്ഥക്കുറവും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ അത് ജന്മന കൂടപ്പുറപ്പായിട്ട് കിട്ടുന്നതാണ്. അതൊന്നും മാറുകയില്ല. പക്ഷേ നല്ല നല്ല അവസരങ്ങളും നല്ല നല്ല പുതിയ സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ നിങ്ങൾ തീർച്ചയായും സന്തോഷിക്കുക. ഭാവിയെപ്പറ്റിയോ കഴിഞ്ഞു പോയതിനെപ്പറ്റിയോ ചിന്തിക്കാതിരിക്കുക. ഇപ്പോൾ ഉള്ള വർത്തമാന കാലത്ത് നിൽക്കുകയാണ് നിങ്ങളുടെ ടെൻഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ്. വിജയം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനിച്ച് ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ മനസ്സിൽ 2 കാര്യങ്ങൾ വേണോ വേണ്ടായോ എന്നുള്ള വടംവലി എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഈ നടക്കുന്നതാണ് നിങ്ങളെ എപ്പോഴും തടസ്സപ്പെടുത്തുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, മുന്നോട്ട് വെക്കുക. ഓരോ ചുവടും നിങ്ങൾക്ക് വിജയിച്ച് കിട്ടും. ഭരണി നക്ഷത്രമായിട്ട് ധാരാളം ആളുകളുമായിട്ട് പൊരുത്തമുണ്ടെന്ന് പറയുന്നത് മനസ്സിലാക്കുക. ആ പൊരുത്തം കൊണ്ട് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും വളരെ വിജയത്തിൽ എത്തുമെന്ന് മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾ നിങ്ങളെ സഹായിക്കും. ഒരുപാട് ആളുകൾ എപ്പോഴും നിങ്ങൾക്ക് കൂട്ടുകാരായിട്ടുണ്ടാകും. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വളരെയധികം തൻ്റെയോടും ധൈര്യവും ആരുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള ധൈര്യവും നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മറ്റാരെയും പേടിക്കാൻ മുന്നോട്ട് പോകാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ. അനിഴം മൂലം പൂരാടം, തൃക്കേട്ട ഭരണി, ഇത്രയും നക്ഷത്രങ്ങൾ. ഈ കാര്യങ്ങളുടെ 60% ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെൽബട്ടൺ എന്നെ വിളിക്കുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. താങ്ക് യു.